സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഏകവിംശതിതമോധ്യായഃ. 21-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വേണുഗാന വർണ്ണനയാണ് പറയുന്നത്. ഭഗവാൻ ബലരാമനും കൂട്ടുകാരുമായി പശുക്കളെ മേയ്ക്കാൻ കാട്ടിൽ പോകുമ്പോൾ ഓടക്കുഴൽ ഊതും. ആ ഓടക്കുഴലിൽ നിന്ന് ഉതിരുന്ന ആ ബ്രഹ്മാനന്ദം, ആ അമൃതരസം എല്ലാ പേരെയും ആനന്ദിപ്പിക്കും. ഗോപികമാരുടെ ചിത്തത്തെ ആനന്ദിപ്പിക്കും. ഗോപികമാരുടെ മാത്രമല്ല, ഈ ലോകത്തിലെ സകല ചരാചരങ്ങളുടെയും ഹൃദയത്തെ ആനന്ദിപ്പിക്കും. ചരങ്ങളും അചരങ്ങളുമായ എല്ലാം, വൃക്ഷങ്ങൾ, നദികൾ, അതുപോലെ പക്ഷിമൃഗാദികൾ, മയിലുകൾ നൃത്തം വയ്ക്കുന്നു. പശുക്കളാണെങ്കിലോ പുല്ല് തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ആ പുല്ല് തിന്നാതെ അത് തന്നെ അയവിറക്കാതെ അത് തന്നെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ മൃഗങ്ങളെല്ലാം തങ്ങളുടെ ജോലികളെല്ലാം മാറ്റിവെച്ചിട്ട് ഭഗവാന്റെ ആ നാദബ്രഹ്മത്തെ കേട്ട് ആനന്ദിച്ചു കൊണ്ടിരിക്കും. അതാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. നമുക്ക് നോക്കാം. ശ്ലോകം 1. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ഇഥം ശരത് സ്വച്ഛജലം പത്മാകാര സുഗന്ധിനാ ന്യവിശത് വായുനാ വാദം സഗോ ഗോപാലകോച്യുതഃ. ഇഥം ശരത് സ്വച്ഛജലം പത്മാകാര സുഗന്ധിനാ ന്യവിശത് വായുനാ വാദം സഗോ ഗോപാലക അച്യുതഃ. ഇഥം ഇപ്രകാരം ശരത് സ്വച്ഛജലം, ശരത്കാലം നിമിത്തം നിർമ്മല ജലമുള്ളതും, അതായത് നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു ശരത്കാലം എങ്ങനെയാണെന്ന്. അതിനു മുമ്പേ വർഷകാലം. അപ്പോൾ വർഷകാലത്ത് കലങ്ങിയ വെള്ളമൊക്കെ ആയിരുന്നു. ശരത്കാലം വന്നപ്പോൾ വെള്ളമെല്ലാം തെളിഞ്ഞു, ശുദ്ധമായ നിർമ്മലമായ ജലമുള്ളതും പത്മാകാര സുഗന്ധിന, താമരപ്പൊയ്കയിലുള്ള സുഗന്ധത്തെ വഹിച്ച് വീശുന്ന വായുന, കാറ്റിനാൽ. അപ്പോൾ താമരയെല്ലാം വിടർന്ന് അതിൽ നിന്നും സുഗന്ധം ഉണ്ടാകുന്നു. അത് കാറ്റ് വീശുമ്പോൾ ആ സുഗന്ധം വ്യാപിക്കുന്നു. അങ്ങനെ സുഗന്ധം വീശുന്ന കാറ്റിനാൽ വാദം വ്യാപിക്കപ്പെട്ടിരിക്കുന്ന ആ വനത്തെ സഗോ ഗോപാലക, പശുക്കളോടും ഗോപന്മാരോടും കൂടിയ അച്യുത കൃഷ്ണൻ നവിശത്, സന്തോഷത്തോടുകൂടി പ്രവേശിച്ചു. ഇപ്പൊ ഭഗവാൻ പശുക്കളെ മേയ്ക്കാൻ വേണ്ടി ഗോപന്മാരോടൊത്ത് വനത്തിൽ പ്രവേശിച്ചു. ഇത്തം ശരത് സ്വച്ഛജലം പത്മാകാര സുഗന്ധിന നവിശത് വായുനാ വാദം സഗോ ഗോപാലകോ അച്യുതഃ. ശ്ലോകം 2. കുസുമിതവനരാജി ശുഷ്മിഭൃംഗ ദികുലകുഷ്ടര സരസരി മഹീന്ദ്രം മധുപതിരപഗാഹ്യ ചാരയൻഗാ സഹ പശുപാല ബല ചുകൂജു വേണും. കുസുമിത വനരാജി ശുഷ്മി ഭൃംഗ ദ്വിജകുല ഖുഷ്ട സരസരിത് മഹീന്ദ്രം മധുപതിഹി അവഗാഹ്യ ചാരയൻ ഗാഹ സഖ പശുപാല ബല ചുകൂജ വേണും. കുസുമിത വനരാജി ശുഷ്മി ഭൃംഗ ദ്വിജകുല കുഷ്ട സരസിജൻ മഹീന്ദ്രം. കുസുമിത വനരാജി, പുഷ്പിച്ചു നിൽക്കുന്ന വനരാജികളിൽ ശുഷ്മഭൃംഗ, മതിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടുകളുടെയും ദ്വിജകുല കുഷ്ട, പക്ഷികളുടെയും കൂട്ടങ്ങളാൽ ശബ്ദിക്കുന്ന സരസരി, സരസുകളോടും സരിത്തുകളോടും മഹീന്ദ്ര, പർവ്വതങ്ങളോടും കൂടിയ വനത്തെ മധുപതിഹി കൃഷ്ണൻ സഹപശുപാല ബല
ഗോപന്മാരോടും ബലരാമനോടും ചേർന്ന് അവഗാഹ്യ പ്രവേശിച്ചിട്ട് പശുക്കളെ ചാരയൻ മേച്ചുകൊണ്ട് വേണുവിനെ ചുകൂജു വായിച്ചു. അപ്പൊ ഭഗവാൻ ബലരാമനും കൂട്ടുകാരുമായിട്ട് വനത്തിൽ പശുക്കളെ മേയ്ക്കാൻ പോയി. പശുക്കളെ മേയ്ക്കാൻ വിട്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? വേണുവിനെ വായിച്ചു, ഓടക്കുഴൽ ഊതി. കുസുമിതവനരാജി സുഷ്മിഭൃംഗ ദ്വിജകുലപുഷ്ട സരസരിത്മഹീന്ദ്രം മധുപതിരവഗാഹ്യ ചാരയൻഗ സഹ പശുപാലബല ചുകൂജ വേണും. ശ്ലോകം 3. തദ്വ്രജസ്ത്രീയ ആശ്രിത്യ വേണുഗീതം സ്മരോദയം കാശ്ചിത് പരോഷം കൃഷ്ണസ്യ സ്വസഖീഭ്യോ അനുവർണയൻ. തദ്വ്രജസ്ത്രീയ ആശ്രിത്യ വേണുഗീതം സ്മരോദയം കാശ്ചിത് പരോക്ഷം കൃഷ്ണസ്യ സ്വസഖീഭ്യഃ അന്വവർണയൻ. വ്രജസ്ത്രീയ ഗോപികകൾ സ്മരോദയം മന്മഥ വികാരത്തെ ജനിപ്പിക്കുന്ന തദ്വേണുഗീതം ആ വേണുഗീതത്തെ ആശ്രിത്യ നന്നായി കേട്ടിട്ട് കാശ്ചിത് ചിലരെന്ത് ചെയ്തു? കൃഷ്ണസ്യ കൃഷ്ണന്റെ പരോക്ഷത്തിൽ സ്വസഖീഭ്യ തങ്ങളുടെ സഖികൾക്കായിക്കൊണ്ട് അനുവർണിച്ചു. അപ്പോൾ ഭഗവാൻ വേണുനാഥം പൊഴിച്ചപ്പോൾ വ്രജത്തിലിരിക്കുന്ന ഗോപസ്ത്രീകൾ ഇത് കേട്ടു. അവർക്ക് മദനതാപം ഹൃദയത്തിൽ ഉത്ഭവിച്ചു. ഉടനെ തന്നെ അവരെന്ത് ചെയ്തു? സഖികളോട് കൃഷ്ണന്റെ വനത്തിലുള്ള വികാര കഥകളെക്കുറിച്ച് കൃഷ്ണനില്ലാത്ത സമയത്ത് വിസ്തരിച്ച് പറയും. അപ്പൊ ഈ ഗോപസ്ത്രീകൾക്ക് എപ്പോഴും കൃഷ്ണൻ അടുത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും കൃഷ്ണന്റെ കഥ മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അങ്ങനെ അവർ ഉച്ചത്തിൽ കൃഷ്ണൻ ചെയ്യുന്ന ആ വേണുഗാനം വ്രജത്തിൽ പക്ഷെ കേൾക്കാം. ഉച്ചത്തിലാണ് ഭഗവാൻ വേണുനാദം ഉദിക്കുന്നത്, അത് അവിടെ കേൾക്കാം. ആ നാദം കേൾക്കുന്നവരുടെ മനസ്ഥിതി അനുസരിച്ച് വികാരം അവർക്ക് ജനിപ്പിച്ചു. അപ്പൊ ഓരോരുത്തരുടെയും മനസ്സിന് ആ നാദത്തിലെ എന്താണ് തോന്നുന്നത് അതനുസരിച്ച് അവർ ഓരോരുത്തരുടെ സഖിമാരോട് പറയുകയാണ്. മാതാപിതാക്കൾ കേട്ടപ്പോഴെന്ത് ചെയ്തു? അവരുടെ മനസ്സിൽ കൃഷ്ണന്റെ പുത്രവാത്സല്യം വർദ്ധിച്ചു. ഗോപസ്ത്രീകൾ കേട്ടപ്പോഴോ കൃഷ്ണനുള്ള അനുരാഗം മന്മഥ താപവും വർദ്ധിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു? വൃന്ദാവനത്തിൽ കൃഷ്ണൻ ചെയ്യുന്ന ഓരോ ലീലകളെയും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് സഖിമാരോട് പറയുകയാണ്. തദ്വ്രജശ്രിയ ആശ്രിത്യ വേണുഗീത സ്മരോദയം കാശ്ചിത് പരോക്ഷം കൃഷ്ണസ്യ സ്വസഖീഭ്യോ അന്വവർണയൻ. ശ്ലോകം 4. തദ്വർണയിതുമാരബ്ധ സ്മരന്ത്യ കൃഷ്ണചേഷ്ടിതം നാശകൻ സ്മരവേഗേന വിക്ഷിപ്ത മനസോ നൃപാം. തത് വർണയിതും ആരബ്ധാഃ സ്മരന്ത്യഃ കൃഷ്ണചേഷ്ടിതം നാശകൻ സ്മരവേഗേന വിക്ഷിപ്ത മനസഃ നൃപ. തത് അതിനെ വർണ്ണിക്കാനായിക്കൊണ്ട് ആരബ്ധാഃ ആരംഭിച്ചവരായി കൃഷ്ണചേഷ്ടിതം കൃഷ്ണ വ്യാപാരത്തെ സ്മരന്ത്യ ഓർക്കുന്നവരായിട്ട് സ്മരവേഗേന മന്മഥ വേദന ശക്തിയാൽ വിക്ഷിപ്ത മനസഃ വിക്ഷേപിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ട് നൃപ ഹേ രാജാവേ നാശകൻ ശക്തരായില്ല. അതായത് അവർക്ക് ആ വേണുനാദത്തിൽ നിന്നും കിട്ടുന്ന ആനന്ദം അത് വിവരിക്കാൻ അവർക്ക് ശക്തരായില്ല, അവർക്ക് കഴിഞ്ഞില്ല. കാരണം എന്താണ്? അവർ കൃഷ്ണന്റെ ഈ വേണുഗാനത്തെ പറ്റി വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് കൃഷ്ണന്റെ ആ രൂപമാണ് മനസ്സിൽ വന്നത്. കൃഷ്ണന്റെ ആ പാദം മുതൽ ശിരസ് വരെയുള്ള ആ വർണ്ണന മനസ്സിൽ ഉദിച്ചു. അപ്പൊ ആ ഓടക്കുഴൽ വിളി, പിന്നെ ആ മനോഹര വിലാസഗതി, ഭഗവാൻ എങ്ങനെയാണ് നിൽക്കുന്നത്, ഇതൊക്കെ എല്ലാം പ്രത്യേകം ഗോപികമാർ ഓർത്തു. അപ്പൊ അവരുടെ മനസ്സിന് ഇളക്കം സംഭവിച്ചു. അപ്പൊ ആ കൃഷ്ണന്റെ ഓടക്കുഴൽ വിളി കേട്ടപ്പോൾ തന്നെ ആ കൃഷ്ണന്റെ രൂപം മനസ്സിൽ ഓർമ്മ വന്നു, കൃഷ്ണന്റെ ചേഷ്ടകൾ ഓർമ്മ വന്നു, ആ ഓടക്കുഴൽ നാദവും ഓർമ്മ വന്നു. തദ്വർണയിതുമാരബ്ധ സ്മരന്ത്യ കൃഷ്ണചേഷ്ടിതം നാശകൻ സ്മരവേഗേന വിക്ഷിപ്ത മനസോ നൃപാം.
ശ്ലോകം 5. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈർ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അപ്പൊ ഗോപസ്ത്രീകളുടെ മനസ്സിനെ ഇളക്കിയ ആ കൃഷ്ണന്റെ സ്വരൂപമാണ് വർണ്ണിക്കുന്നത്. ഈ സ്വരൂപം ധ്യാനിക്കാൻ ഏറ്റവും യോജിച്ച സ്വരൂപമാണ്. ഒരു ധ്യാന ശ്ലോകം പോലെ. ബർഹാപീഠം നടവരവപുഹു കർണയോഹോ കർണികാരം ബിഭ്രത് വാസ കനകകപിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോഹോ അധരസുതയ വേണോരധരസുതയ പൂരയൻ ഗോപവൃന്ദൈഹി വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീത കീർത്തി. ബർഹാപീഠം. ബർഹാപീഠം എന്ന് വെച്ചാൽ മൈപ്പീലി കൊണ്ടുള്ള ശിരോ ആഭരണം. തലയില് മൈപ്പീലി ചൂടിയിട്ടുണ്ട്. നടവര വപുഹു. നടനെ പോലെ, ഒരു കളിക്കാരനെ പോലെ ശ്രേഷ്ഠമായി അലങ്കരിച്ച വപുഹു ദേഹവും. കർണയോ കർണികാരം. കർണയോ കാതുകളിലാണെങ്കിലോ കർണികാരം. കർണികാര പുഷ്പത്തെ കൊണ്ടാണ് കാതുകളിൽ ആഭരണം ഇട്ടിരിക്കുന്നത്. കനക കപിശം. കനകം സ്വർണം പോലെ ഉള്ള പിങ്കള നിറമുള്ള വസ്ത്രത്തെയും മഞ്ഞപ്പെട്ട് ഉടുത്ത് വൈജയന്തി എന്നു പേരായ വനമാല, അതായത് കാട്ടിലെല്ലാ കാലത്തും പൂക്കുന്ന പുഷ്പങ്ങൾ ഉണ്ടാക്കിയ വനമാല, അതാണ് വൈജയന്തിയാണ് വനമാലയുടെ പേര്. മാലയെയും ബിഭ്രത് വഹിച്ചുകൊണ്ട് വേണോഹോ വേണുവിന്റെ രന്ധ്രാൻ ദ്വാരങ്ങളെ അധരസുതയാ അധരാമൃതം കൊണ്ട് പൂരയൻ നിറച്ചുകൊണ്ട് ഗോപവൃന്ദൈഹി ഗോപസമൂഹങ്ങളാൽ ഗീതകീർത്തി ഗാനം ചെയ്യപ്പെട്ട കീർത്തിയോടുകൂടിയവനായി സ്വപദരമണം തന്റെ പദവിന്യാസത്താൽ രമിപ്പിക്കുന്നതായ വൃന്ദാവനത്തെ പ്രവേശിച്ചു. അപ്പൊ ഭഗവാന്റെ കാൽ പതിയുന്നത് തന്നെ ആ വൃന്ദാവനത്തിന്റെ പുണ്യമാണ്, അല്ലെങ്കിൽ ആ പുല്ലുകളുടെ തന്നെ പുണ്യമാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ പുണ്യമാണ്. അങ്ങനെ ഗോപസ്ത്രീകളുടെ മനസ്സിനെ ഇളക്കി തീർത്ത ഭഗവാന്റെ ആ കൃഷ്ണരൂപമാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോ കണ്ണുകളുള്ള മൈപ്പീലികൾ തലമുടിയിൽ കിരീടം പോലെ ധരിച്ചിരിക്കുന്നു. ഒരു നടൻ രംഗത്തിൽ പ്രവേശിക്കുമ്പോൾ എങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു, അങ്ങനെ പലവിധം അലങ്കാരങ്ങളുണ്ട്. എന്താണ്, കാതുകളിൽ കർണികാര പുഷ്പം കൊണ്ട്, അരയിൽ സ്വർണം നിറമുള്ള മഞ്ഞപ്പെട്ടുടുത്ത്, കഴുത്തിലാണെങ്കിലോ നല്ല കാട്ടിൽ നിന്നും കിട്ടുന്ന പൂക്കളെയും ഇലകളെയും കണ്ടു ഉണ്ടാക്കിയ വൈജയന്തി എന്ന മാല, പിന്നെ ഓടക്കുഴല് ആ ചുണ്ടിൽ ചേർത്ത് വെച്ച് ചുണ്ടിലെ അധര അമൃതം കൊണ്ട് നിറച്ചു. അതിൽ നിന്നും പുറപ്പെടുന്ന ആ ബ്രഹ്മനാദം അത് അമൃതത്തെക്കാൾ ആനന്ദപ്രദങ്ങളായിരുന്നു. അങ്ങനെ കൃഷ്ണന്റെ ആ ചെഞ്ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അധരാമൃതത്തെ ഗോപികകൾ വളരെയധികം ആസ്വദിച്ചു. അവര് കണ്ടില്ലെങ്കിലും അവരത് കണ്ടതായിട്ട് ഭാവന ചെയ്തു. അവരുടെ മനസ്സിൽ കാമലീല ഉണ്ടായി, മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന. അങ്ങനെ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണുരധരസുധയ പൂരയൻ ഗോപവൃന്ദൈർ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്ലോകം 6. ഇത് വേണൂരവം രാജൻ സർവഭൂത മനോഹരം ശുദ്ധ്വാ വ്രജസ്ത്രിയ സർവ വർണ്ണയന്തോ അഭിരേമിരേ. ഇത് വേണുരവം രാജൻ സർവഭൂത മനോഹരം ശുദ്ധ്വാ വ്രജസ്ത്രിയ
സർവ വർണ്ണയന്ത്യഹ അഭിരേമിരേ. രാജൻ, ഹേ രാജാവേ, ഇത് ഇപ്രകാരം സർവഭൂത മനോഹരം, സകല ജീവികളോടും മനസ്സിനെ അപഹരിക്കുന്ന വേണുരവം, വേണുനാദത്തെ ശുദ്ധ്വ കേട്ടിട്ട് സകലകളായ വ്രജസ്ത്രീയ ഗോപസ്ത്രീകൾ വർണ്ണയന്ത വർണ്ണിക്കുന്നവരായി അഭിരേമിരെ രമിച്ചു. അപ്പൊ രാജാവേ, അങ്ങ് ഇത് ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ്. അമൃതധാര ഒഴുക്കുന്ന വിധത്തിൽ സർവഭൂതങ്ങളെയും രസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ വേണുനാദം പൊഴിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും ആ ഗോപസ്ത്രീകൾ ഇത് കേട്ടു. ഗോപസ്ത്രീകൾ വീട്ടിലാണ് ഇരിക്കുന്നത്, വ്രജത്തിലാണ് ഇരിക്കുന്നത്. അവരിത് കേട്ടിട്ട് കൃഷ്ണന്റെ ആ രൂപ ഭംഗിയെയും ഗാനമാധുര്യയും കുറിച്ച് വർണ്ണിച്ച് കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിച്ച് അവരെല്ലാം കൃഷ്ണനെ ആലിംഗനം ചെയ്ത്, ഭാവന കൊണ്ട് ആലിംഗനം ചെയ്ത് സന്തോഷിച്ചു. എന്നിട്ട് ഗോപികമാർ ഓരോരുത്തരും അവരുടെ രീതിയിൽ കൃഷ്ണനെ വർണ്ണിക്കുന്നതാണ് പിന്നെ ഇനിയുള്ള ശ്ലോകങ്ങൾ. ഇതി വേണുരവം രാജൻ സർവഭൂത മനോഹരം ശുദ്ധ്വാ വ്രജസ്ത്രീയ സർവ വർണ്ണയന്തോഭിരേമിരേ. ശ്ലോകം 7. ഗോപ്യാവൂചു അക്ഷണ്വതാം ഫലമിദം ന പരം വിധാമ സഖ്യപശൂനനുവിവേശയതോർവയസ്യൈ വക്ത്രം വ്രജേശ സുതയോർ അനുവേണുജുഷ്ടം യേർവാ നിപീത അനുരക്ത കടാക്ഷമോക്ഷം. അക്ഷണ്വതാം ഫലം ഇതം ന പരം വിദാമഹ സഖ്യഃ പശൂൻ അനുവിവേശയതോഃ വയസ്യൈഃ വക്ത്രം വ്രജേശ സുതയോഃ അനുവേണും ജുഷ്ടം യൈഃ വാ നിപീതം അനുരക്ത കടാക്ഷ മോക്ഷം. സഖ്യക, ഹേ സഖിമാരെ, വയസ്സൈ സ്നേഹിതന്മാരോടുകൂടി പശുക്കളെ അനുവിവേശയതഃ വിവേശയതോഹോ ക്രമത്തിൽ സഞ്ചരിപ്പിക്കുന്ന വ്രജേശ സുതയോ വ്രജേശന്റെ നന്ദഗോപരുടെ നന്ദപുത്രന്മാരുടെ വേണുവിനെ അനുസരിച്ച് അനുരക്ത കടാക്ഷമോക്ഷം അനുരാഗമുള്ള കടാക്ഷങ്ങളെ മോചിപ്പിക്കുന്ന വക്ത്രം മുഖം യൈവ ആരാൽ നിപീതം ഏറ്റവും പാനം ചെയ്യപ്പെട്ടുവോ, അതായത് ഗോപികമാർ ആ ഭഗവാന്റെ ആ അധരാമൃതത്തെ ഏറ്റവും കൂടുതൽ പാനം ചെയ്തവരാണ്. ജുഷ്ടം സേവിക്കപ്പെട്ടുവോ, അക്ഷണ്ണുതാം കണ്ണുകൾ ഉള്ളവർക്ക് ഇത് തന്നെ ഫലം, പരമഫലം, പരമന്യം നവിതാമ. മറ്റ് ഒന്നും നോക്കണ്ട. കണ്ണുകൾക്കുള്ളവർക്ക് കണ്ണ് ആഗ്രഹം തീരുന്നത് വരെ, കണ്ണുകൊണ്ട് മതി വരുന്നത് വരെ നോക്കിയാൽ യാതൊരാനന്ദത്തെ അവരാൽ അനുഭവിക്കപ്പെടുവോ, കണ്ണുകളെ കൊണ്ട് സിദ്ധിക്കേണ്ടതായ പരമഫലം അത് തന്നെയാണ്. ആ ഭഗവാന്റെ ആ രൂപത്തെ നോക്കി ആ കണ്ണുകൾക്ക് ആനന്ദം കൊടുക്കുന്നു. അപ്പോൾ ആ കണ്ണുകൾക്ക് കിട്ടേണ്ട പരമമായ ഫലം എന്താണ്? ഇത് തന്നെയാണ്. ഭഗവാന്റെ ആ രൂപത്തെ കാണുന്നത് തന്നെയാണ് കണ്ണിൻ്റെ പരമമായ ഫലം. മറ്റ് ഏതിനെ നോക്കിയാലും നമുക്ക് ഇതുപോലുള്ള ഫലം കിട്ടുകയില്ല. അപ്പോൾ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള പരമ പ്രേമ ആവേശത്തോടുകൂടി ഗോപസ്ത്രീകൾ ഓരോരുത്തരും ഓരോ ശ്ലോകം പറയുകയാണ്. ഒരാൾ പറഞ്ഞതാണിത്. അക്ഷുണ്ണതാം ഫലമിദം ന പരം വിധാമ സഖ്യപശൂൻ അനുവിവേശയതോർവയസ്യൈ വക്ത്രം വ്രജേശ സുതയോർ അനുവേണുജുഷ്ടം യൈർവാ നിപീതമനുരക്ത കടാക്ഷമോക്ഷം. ശ്ലോകം 8. ചൂതപ്രവാളബർഹ സ്തവകോ ഉത്പലാബ്ജ മാലാനുപൃക്ത പരിധാന വിചിത്രവേഷൗ മധ്യേ വിരേജുതരലം പശുപാലഗോഷ്ഠ്യാം രംഗോ യഥാ നടവരൗ ക്വചഗായമാനൗ. ചൂതപ്രവാള ബർഹ തബക ഉൽപ്പല അബ്ജ മാല അനുപൃക്ത പരിധാന വിചിത്രവേഷൗ മധ്യേ
വിരേജതുഹു അലം വിരേജുതുർ അലം പശുപാലഗോഷ്ഠ്യാം രംഗേ യഥാ നടവരൗ ക്വ ച ഗായമാനൗ. ഇനി വേറെ ഒരു സ്ത്രീ പറയുന്നതാണ്, ചൂതപ്രവാള. ചൂതപ്രവാള എന്ന് പറഞ്ഞാൽ മാവിൻ തളിര് ബർഹസ്തബക മൈപ്പീലി കൊണ്ടുള്ള ആ തലമുടിക്കെട്ട്, ഉത്പലാബ്ജമാല നീലത്താമര കൊണ്ട് യോജിപ്പിച്ച മാല, വിചിത്രവേഷവും വിചിത്രങ്ങളായ വേഷങ്ങളോടുകൂടി, ഒരിക്കൽ പശുപാല ഗോഷ്ഠ്യ ഗോപന്മാരുടെ സഭയിൽ ഗായമാനവും പാടുന്നവരും ആയ രാമകൃഷ്ണന്മാർ രംഗത്തിൽ നടവരവൂയത കളിനാഥന്മാരെ കളിക്കാരെ പോലെ, നടവരവോ എന്ന് വെച്ചാൽ കളിക്കാർ വേഷം കെട്ടി വരുന്നത് പോലെ മധ്യേ നടുവിൽ അലം വിരേജു ഏറ്റവും ശോഭിച്ചു. അപ്പൊ ഈ രാമകൃഷ്ണന്മാരെ കാണുന്നത് തന്നെ കണ്ണിന് സാഫല്യം തന്നെയാണ്. രാമകൃഷ്ണന്മാർ ഗോപന്മാരുടെ നടുവിലിരുന്ന് പാട്ട് പാടുമ്പോൾ വേഷക്കാരുടെ നടുവിൽ കളിക്കുന്നതിൽ മുഖ്യൻ ഇരുന്ന് പാടുന്നത് പോലെ അതിമനോഹരമായി ശോഭിച്ചു. അപ്പോൾ ഇവിടെ ഒരിക്കൽ മാവിൻ തളിരുകൾ കാതിലും വീലി കണ്ണുകൾ ശിരസിലും നീലോൽപ്പലമാല കഴുത്തിലും കയ്യിലുമൊക്കെ ധരിച്ച് നീലകാന്തി ശിരസിലുമൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. അരയിൽ പീതാംബരം ഉടുത്ത് കൃഷ്ണനും നീല അമ്പരം ഉടുത്ത് ബലരാമനും, പിന്നെ ബലരാമന് വെളുത്ത നിറവും കൃഷ്ണന് നീല നിറവുമാണ്. അങ്ങനെ കാണുമ്പോൾ ഒരു നാടകത്തിൽ വേഷക്കാര് വരുന്നത് പോലെ തോന്നും. അങ്ങനെയുള്ള രാമകൃഷ്ണന്മാർ ഗോപന്മാരുടെ നടുവിലിരുന്ന് പാട്ടുപാടുന്നു. അതെല്ലാം അവർ ഭാവനയിൽ കണ്ട് മറ്റൊരാളോട് പറയുകയാണ്. ചൂതപ്രവാള ബർഹസ്തപഗോത്പലാബ്ജ മാലാനുവൃത്ത പരിധാന വിചിത്രവേഷൗ മധ്യേ വിരേചുരലം പശുപാല ഗോഷ്ഠ്യാം രംഗേ യഥാ നടവരൗ ക്വച ഗായമാനൗ. ശ്ലോകം 9. ഗോപ്യാകിമാചരദയം കശ്മലം സ്മ വേണോർ ദാമോദരാധര സുതാമപി ഗോപികാനാം പുങ്ക്തേ സ്വയം യദവശിഷ്ടരസം ഹൃദന്യോ ഹൃഷ്യത്വജോശ്രു മുമുജുസ്തരവോ യഥാ ആര്യാഹ. ഗോപ്യഃ കിം ആചരത് അയം കുശലം സ്മ വേണുഃ ദാമോദര അധരസുതാം അപി ഗോപികാനാം പുങ്ക്തേ സ്വയം യദ അവശിഷ്ടരസം ഹൃദന്യുഃ ഹൃഷ്യത്വജഃ അശ്രു മുമുജുഃ തരവഃ യഥാ ആര്യാഹ. ഗോപ്യ അല്ലയോ ഗോപികളെ, അയം വേണു ഈ വേണു കിം എന്തൊരു കുശലം പുണ്യത്തെ ആചരസ്മ ആചരിച്ചു. ആശ്ചര്യം തന്നെ. ഈ വേണുവിൻ്റെ ഭാഗ്യം തന്നെയാണ്, ഓടക്കുഴലിൻ്റെ ഭാഗ്യം തന്നെയാണ്. കാരണം ഭഗവാന്റെ അധരത്തിൽ ചേർക്കാനുള്ള ആ ഭാഗ്യം, ഭഗവാൻ പൊഴിക്കുന്ന ആ നാദബ്രഹ്മം അതിലൂടെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഓടക്കുഴലിന് ഭാഗ്യം തന്നെയാണ്. യാതൊന്ന് ഹേതുവായിട്ട് ഗോപികാനാമപി ഗോപസ്ത്രീകൾക്ക് കൂടി ദുർലഭമായിരിക്കുന്ന ദാമോദരാധരസുത ശ്രീകൃഷ്ണന്റെ അധരാമൃതത്തെ അവശിഷ്ടരസം രസം മാത്രമായിട്ട് സ്വയം സ്വാതന്ത്ര്യമായിട്ട് പുങ്ക്തേ ഭുജിക്കുന്നു. ഓടക്കുഴൽ ആ ഭഗവാന്റെ ആ രസാമൃതത്തെ ഒറ്റയ്ക്ക് ഭുജിക്കുകയാണ്. ആർക്കും അതിപ്പോൾ കിട്ടാൻ പറ്റില്ല. അപ്പോൾ ഈ ഓടക്കുഴലിൻ്റെ ഭാഗ്യം തന്നെയാണത്. ഹൃദന്യ പൊയ്കകളും തരവഹ വൃക്ഷങ്ങളും ഹൃഷത്വജ രോമാഞ്ചയുക്തരായിട്ട്. അപ്പോൾ ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ ഗോപികൾക്ക് മാത്രമല്ല, അവിടെയുള്ള വൃക്ഷങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള പൊയ്കകളും എല്ലാം രോമാഞ്ചയുക്തങ്ങളായിട്ട് ആര്യന്മാരെ ശ്രേഷ്ഠന്മാരെ എന്ന പോലെ അശ്രു നേത്രജലത്തെ മോചിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഒരു ഗോപിയ മറ്റൊരു ഗോപിയോട് പറയാണ്, നമുക്ക് കൂടി ദുർലഭമായിരിക്കുന്ന ആ ഭഗവാന്റെ അധരാമൃതം, ആ വേണുവിന്, ആ
ഓടക്കുഴലിന് ലഭിച്ചു. അപ്പോൾ ഈ ഭഗവാന്റെ വേണുനാദം കേട്ടിട്ട് ആ സന്തോഷിക്കുന്ന പൊയ്കകൾ, മരങ്ങൾ അവർ ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നുവോ എന്ന് തോന്നും. അപ്പോൾ പൊയ്കകൾക്ക് സന്തോഷം. എന്താണ്? തങ്ങളുടെ ജലം കൊണ്ടാണ് ഈ ഓടക്കുഴലിന് പോഷണം, ആ മുളയ്ക്ക് പോഷണം നൽകിയിരിക്കുന്നത്. വേണുവിന് അങ്ങനെയുള്ള ഭാഗ്യം കിട്ടിയല്ലോ. അപ്പോൾ ഞങ്ങൾക്കും അത് ഭാഗ്യം തന്നെയാണ്. ഞങ്ങളാണല്ലോ വെള്ളം നൽകി ഈ വേണുവിനെ പോഷിപ്പിച്ചത്, മുളയെ പോഷിപ്പിക്കുന്നത്. പിന്നെ വൃക്ഷങ്ങളാണെങ്കിലോ, വൃക്ഷങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിലെ, അതായത് മുളയിലെ വേണുവിനാണ് ഭഗവാന്റെ അധരാമൃതം നുകരുന്നത്. അപ്പം അത് ഞങ്ങൾക്കും ധന്യരായിട്ട് ഞങ്ങളും അതിൽ സന്തോഷിക്കുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും, മനത്തിലുള്ള സകലരും സന്തോഷിക്കുന്നു. ഗോപ്യക്കിമാചരതയം കുശലം സ്മ വേണുർ ദാമോദരാധര സുധാമപി ഗോപികാനാം പുങ്ക്തേ സ്വയം യഥവശിഷ്ടരസം ഹൃദന്യോ ഋഷ്യധ്വജോ ശ്രുമുമുജു സ്തരവോ യഥാര്യാഹ. ശ്ലോകം 10. വൃന്ദാവനം സഖിഭുവോ വിധനോതി കീർത്തിം യദ്ദേവകീസുതപദാംബുജ ലപ്തലക്ഷ്മീ ഗോവിന്ദവേണുമനു മത്തമയൂര നൃത്യം പ്രേക്ഷാദ്രിസാനു അപരധാന്യ സമസ്തസത്വം. വൃന്ദാവനം സഖി ഭുവഃ വിതനോതി കീർത്തിം യത് ദേവകീ സുത പാദാംബുജ ലപ്ത ലക്ഷ്മി ഗോവിന്ദവേണും അനു മത്ത മയൂര നൃത്യം പ്രേക്ഷ്യ അദ്രി സാനു അപരധാന്യ സമസ്ത സത്വം. അപ്പോൾ ഒരു സഖി വേറെ ഒരു പറയാണ്, ഹേ സഖി സഖി അല്ലയോ സഖി, വൃന്ദാവനം ഭുവഹ ഭൂമിക്ക് കീർത്തിയെ വിതനോതി പരത്തുന്നു. അപ്പോൾ വൃന്ദാവനത്തിലാണ് ഭഗവാൻ എപ്പോഴും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ വൃന്ദാവനം ഭൂമിക്ക് തന്നെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദേവകീസുത പദാബ്ജലപ്ത ലക്ഷ്മി, ദേവകിയുടെ പുത്രന്റെ ശ്രീകൃഷ്ണന്റെ താമരപ്പൂ പോലെയുള്ള പദാംബുജം, താമരപ്പൂ പോലെയുള്ള പാദങ്ങളുടെ വിന്യാസങ്ങളാൽ ലഭിക്കപ്പെട്ട ലക്ഷ്മി, ലബ്ധലക്ഷ്മി ലഭിക്കപ്പെട്ട ശോഭയോട് കൂടിയതായിട്ടും ഗോവിന്ദവേണും അനും ശ്രീകൃഷ്ണന്റെ വേണുനാദത്തെ അനുസരിച്ചുള്ള മത്ത മയൂര നൃത്യം, മതിച്ച മയിലുകളുടെ കളിയെ കണ്ടിട്ട് ഭഗവാന്റെ വേണുനാദം പൊഴിക്കുമ്പോൾ എന്ത് ചെയ്യും? മയിലുകൾ എന്ത് ചെയ്യുന്നു? നൃത്തം ചെയ്യുന്നു. മയിലുകൾക്ക് സന്തോഷം കൊണ്ട് മതിച്ച മയിലുകൾ നൃത്തം ചെയ്യുന്നു എന്നാണ്. ആ കളിയെ കണ്ടിട്ട് അദ്രിസാനു അപരാനി, അദ്രിസാനു എന്ന് വെച്ചാൽ പർവ്വതത്തിന്റെ താഴ്വര പ്രദേശത്തിൽ സാനുവിൽ ഒന്നും ചെയ്യാതെ സ്വസ്ഥമായി നിൽക്കുന്ന, അപരധാനി എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതെ സ്വസ്ഥമായി നിൽക്കുന്ന സമസ്ത സത്വം, സകല ജീവികളോട് കൂടിയതായിട്ട് ഭവിച്ചു. ഭഗവാന്റെ വേണുനാദം കേൾക്കുമ്പോൾ ആ അദ്രിസാനുക്കൾ, പർവ്വത പ്രദേശത്തുള്ള പക്ഷി മൃഗാദികളെല്ലാം ചലിക്കാതെ സ്വസ്ഥമായിട്ട് നിന്ന് ആ വേണുവിനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പം ഈ വേണുദാനം സകല മൃഗാദികൾക്കും സന്തോഷം ഉളവാക്കുന്നതാണ്. മയിലുകൾ നൃത്തം ചെയ്യുന്നു. ഭഗവാന്റെ സഞ്ചാര മാഹാത്മ്യ നിമിത്തം, വേണുഗാന രസാസ്വാദനം നിമിത്തം ആ വൃന്ദാവനം തന്നെ വളരെ ഭാഗ്യമുള്ളതായി ഭവിച്ചു. മറ്റൊരു പ്രദേശത്തിനും സിദ്ധിച്ചിട്ടില്ലാത്ത ഭാഗ്യം വൃന്ദാവനത്തിന് കിട്ടി. അപ്പോൾ ഭൂമിയിൽ വൃന്ദാവനം സ്വർഗത്തേക്കാൾ അധികം പ്രശംസനീയമായി തീർന്നു. അപ്പം അത് ഭൂമിക്കും കീർത്തിയെ പരത്തുന്നതാണ്. വൃന്ദാവനം സഖിഭുവോ വിധനോതി കീർത്തിം യദ്ദേവകീസുതപദാംബുജലപ്തലക്ഷ്മി ഗോവിന്ദവേണുമനുമത്ത മയൂര നൃത്യം പ്രേക്ഷാദ്രിസാനു അപരധാന്യ
സമസ്തസത്വം. ശ്ലോകം 11. ധന്യാസ്മൂഢമതയോപി ഹിരണ്യേതാ യാനന്ദനന്ദനം ഉപാത്ത വിചിത്രവേഷം ആകർണ്യ വേണുരണിതം സഹകൃഷ്ണസാരൈ പൂജാം ദദുർവിരജിതാം പ്രണയാവലോകൈഃ. ധന്യാഃ സ്മ മൂഢമതയാഃ അപി ഹരിണ്യ ഏതാ യാ നന്ദനന്ദനം ഉപാത്ത വിചിത്രവേഷം ആകർണ്യ വേണുരണിതം സഹകൃഷ്ണസാരൈഃ പൂജാം ദദുഃ വിരജിതാം പ്രണയാവലോകൈഃ. ഏതാഹ ഹിരണ്യഃ, ഈ മാൻപേടകൾ മൂഢമതയഃ അപി, വിവേകമില്ലാത്തവയാണെങ്കിലും ധന്യാഹ സ്മ, ധന്യകളായിട്ട് ഭവിച്ചു. ഈ മാൻപേടകൾക്ക് വിവേകമില്ലെങ്കിലും അവ ധന്യകളായി ഭവിച്ചു. കാരണം എന്താണ്? ആശ്ചര്യം. യാതൊരു മാൻപേടകൾ വേണുരണിതം ആകർണ്യ, വേണുഗാനം കേട്ടിട്ട് ഉപാത്ത വിചിത്രവേഷം, സ്വീകരിക്കപ്പെട്ട വിചിത്രവേഷങ്ങളോടുകൂടിയ നന്ദനന്ദനം, ആ നന്ദന്റെ മകനെക്കുറിച്ച്, കൃഷ്ണനെക്കുറിച്ച്, കൃഷ്ണസാരൈ സഹ, കൃഷ്ണസാരങ്ങളോടുകൂടി, പ്രണയാവലോകനൈഹി, സ്നേഹസൂചകമായ നോട്ടങ്ങളാൽ, വിരചിതാം ചെയ്യപ്പെട്ട പൂജയെ ദധു ധരിച്ചു. അപ്പോൾ ഈ മാൻപേടകൾ കണ്ണുമയ്ക്കാതെ ഭഗവാന്റെ ഈ വേണുഗാനം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം മാൻപേടകൾക്ക് വിശേഷ ബുദ്ധിയൊന്നുമില്ല, എങ്കിലും അവ സുഹൃതികളാണ്. എന്തുകൊണ്ടാണ്? കൃഷ്ണൻ ചെയ്യുന്ന വേണുഗാനം സന്തോഷത്തോടെ ഇവ കേൾക്കുന്നു. അതുപോലെ അവയോടുകൂടി പതികളായ കൃഷ്ണസാരങ്ങളും യോജിച്ചു നിൽക്കുന്നു. അങ്ങനെ ആ അത്യാനന്ദകരമായ ഗാനം ആരിൽ നിന്നും കിട്ടുന്നുവോ, ശ്രവിക്കുന്നുവോ, അതിസ്നേഹത്തെ പ്രകാശിക്കുന്നുവോ എന്ന് തോന്നുമാറ് കൃഷ്ണനെ തന്നെ കണ്ണുമയ്ക്കാതെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ പക്ഷിമൃഗാദികളെല്ലാം കൃഷ്ണന്റെ ആ വേണുഗാനത്തിൽ രസിച്ച് അനങ്ങാതെ നിൽക്കുകയാണ്. ധന്യാസ്മൂഢമതയോപി ഹിരണ്യേതാ യാനന്ദനന്ദനമുപാത്ത വിചിത്രവേഷം ആകർണ്യ വേണുരണിതം സഹകൃഷ്ണസാരൈ പൂജാം ദദുർവിരജിതാം പ്രണയാവലോകൈഃ. 12. കൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവരൂപശീലം ശുദ്ധ്വാ ച തത്കുണിത വേണുവിചിത്രഗീതം ദേവ്യോ വിമാനഗതയാ സ്മരന്നുന്നസാരാ പ്രശ്യത്പ്രസൂനകപരാ മുമുഹുർ വിനീവ്യഃ. കൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവരൂപശീലം ശുദ്ധ്വാ ച തത്കുണിത വേണുവിചിത്രഗീതം ദേവ്യഃ വിമാനഗതയഃ സ്മരൻ ഉന്നസാര പൃശത് പ്രസൂനകപര മുമുഹുർ വിനീവ്യഃ. വനിതോത്സവരൂപശീലം, സ്ത്രീകൾക്ക് സന്തോഷത്തെ കൊടുക്കുന്ന സൗന്ദര്യത്തോടും സ്വഭാവത്തോടും കൂടിയ കൃഷ്ണനെ നിരീക്ഷ്യ കണ്ടിട്ടും ത്വത്കുണിത വേണുഗീതം, അവനാൽ ശബ്ദിക്കപ്പെടുന്ന, വേണുവിൽ നിന്നും പുറപ്പെടുന്ന വിചിത്രമായ ഗാനത്തെ, ആ നാദാമൃതത്തെ, ബ്രഹ്മാമൃതത്തെ ശുദ്ധ്വ കേട്ടിട്ടും വിമാനഗതയ, വിമാനത്തിൽ കൂടി സഞ്ചരിക്കുന്ന ദേവ്യാഹ, ദേവസ്ത്രീകൾ സ്മരൻ ഉന്നസാര, അവർക്ക് പോലും, വിമാനത്തിൽ സഞ്ചരിക്കുന്ന ദേവസ്ത്രീകൾക്ക് പോലും മന്മഥനാൽ നശിക്കപ്പെട്ട ധൈര്യത്തോടു കൂടിയവരായി അവർക്ക് പോലും മദനതാപമുണ്ടായി എന്നാണ്. പൃശ്യത് പ്രസൂന കപര, വീണുപോകുന്ന കുസുമങ്ങളോടുകൂടിയ തലമുടികളോടുകൂടിയവരായി. അപ്പോൾ അവര് വിമാനഗതരായ ദേവസ്ത്രീകൾ ഭർത്താക്കന്മാരോട് കൂടിയതാണെങ്കിലും ഈ ഭഗവാന്റെ വേണുനാദത്താൽ, മാധുര്യത്താൽ മദനാവിഷ്ടകളായി ധൈര്യം ഉപേക്ഷിച്ച് തങ്ങളെ തന്നെ മറന്നവരായി ഭവിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരിങ്ങനെ വേണുനാദം കേട്ട് തലയൊക്കെ ആട്ടുമ്പോൾ അവരുടെ തലമുടി അഴിയുകയും അതിൽ നിന്ന് പുഷ്പങ്ങൾ താഴോട്ട് വീഴുകയും വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞുലയുകയും ചെയ്തത് അവർ അറിഞ്ഞില്ല. അവർ ആ വേണുനാദത്തിൽ തന്നെ രസിച്ചിരുന്നു എന്നാണ്. അതായത് അതാണ് വീണുപോയ കുസുമങ്ങളോടുകൂടിയ പ്രശ്യത് പ്രസൂന കപര,
വിനീവ്യ അഴിഞ്ഞ വസ്ത്രങ്ങളോട് കൂടിയവരായിട്ട് മുമുഹു മോഹിച്ചു. ഭഗവാന്റെ ആ വേണുനാദത്തിൽ ഭ്രമിച്ച് മോഹിച്ച് ഇരുന്നുപോയി. കൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവ രൂപശീലം ശുദ്ധ്വാച തത്കുണിത വേണു വിചിത്രഗീതം ദേവ്യോ വിമാനഗതയ സ്മരൻ ഉന്നസാര പ്രസൂന കപരാ മുമുഹുർവിനീവ്യ. ശ്ലോകം 13. ഗാവശ്ച കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷമുത്തഭിത കർണപുടൈപിബന്ധ്യ ശാപാസ്നുതസ്തനയപയ കപളാസ്മതസ്തോർ ഗോവിന്ദമാത്മനി ദൃശാശ്രു കലാസ്പശന്ധ്യഃ. കാവഃ ച കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷം ഉത്തഭിത കർണപുടൈഃ പിബന്ധ്യഃ ശാപാഃ സ്നുത സ്തനയപയഃ കപളാഃ സ്മ തസ്തുഃ ഗോവിന്ദം ആത്മനി ദൃശ അശ്രുകല സ്പൃശന്ധ്യഃ. ഗാവഹ ഇനി പശുക്കളും കൃഷ്ണമുഖ നിർഗളിത വേണുഗീത പീയൂഷം കൃഷ്ണന്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന വേണുഗാനമാകുന്ന അമൃതത്തെ ഉത്തഭിത കർണപുടൈ. അപ്പോൾ പശുക്കൾ എന്ത് ചെയ്തു? ചെവികളൊക്കെ ഉയർത്തി കൂർപ്പിച്ച് മുകളിലോട്ട് വെച്ചു. ഉയർത്തപ്പെട്ട ചെവികളാകുന്ന പാത്രങ്ങളെ കൊണ്ട് പിബന്ധ്യ പാനം ചെയ്യപ്പെട്ടു. പശുക്കള് പുല്ലുമേഞ്ഞവ എന്ത് ചെയ്തു? മുഖം ഉയർത്തിപ്പിടിച്ച് കാതുകൾ കൂർപ്പിച്ച് നിന്നു കൃഷ്ണന്റെ ആ അധര അമൃതം കേൾക്കാൻ, വേണുഗാനം കേൾക്കാൻ. പിന്നെയോ ശാപാഹ പശുക്കുട്ടികളും സ്നുതസ്തനപയ കപള മുലകളിൽ നിന്ന് ഒഴുകുന്നതായ ക്ഷീരത്തെയും തൃണകപളത്തെയും മുഖത്തിൽ വെച്ചുകൊണ്ട്, അപ്പോൾ മുഖത്ത് പാല് കുടിച്ചുകൊണ്ടിരുന്ന പശുക്കുട്ടികൾ പാലൊക്കെ വായിൽ കൂടി ഒഴുകി പുല്ല് തിന്നുകൊണ്ടിരുന്നത് പുല്ലിങ്ങനെ ചവച്ച് വെച്ച് അങ്ങനെ തന്നെ അനങ്ങാതെ നിന്നു. ദൃശ നേത്രങ്ങൾ ഗോവിന്ദനെ ആത്മനി മനസ്സിൽ സ്പർശിക്കുന്നവരായി. അപ്പോൾ പശുക്കള് ചെവി കൂർപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു. പശുക്കുട്ടികളെ പാല് കുടിച്ചുകൊണ്ട് നിന്നായിരുന്നു. അപ്പോൾ പാലൊക്കെ മുഖത്തൂടെ ഒഴുകി പിന്നെ പാല് കുടിക്കാതെ അവർ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പുല്ലുകൾ തിന്നവ പുല്ലിങ്ങനെ വായിൽ വെച്ച് ശ്രദ്ധിച്ചു നിൽക്കുന്നു. എന്നിട്ട് അശ്രുകല സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് തസ്തുസ്മസ്തുതി ചെയ്തു. അവ എന്ത് ജോലി ചെയ്താലും അവ അതിനെ എല്ലാം നിർത്തിയിട്ട് കണ്ണിക്കൂടെ ആനന്ദാശ്രുകൾ പൊഴിച്ചുകൊണ്ട് പശുക്കളും പശുക്കുട്ടികൾ പോലും ഭഗവാന്റെ ആ വേണുഗാനത്തെ കേട്ട് അതിൽ ലയിച്ച് നിന്നുപോയി. ഗാവശ്ച കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷമുത്തപിത കർണപുടൈ പിബന്ധ്യ ശാപാസ്നുതസ്തനയപയ കപളാസ്മതസ്തോർ ഗോവിന്ദമാത്മനി ദൃശാശ്രു കലാസ്പൃശന്ധ്യാം. ശ്ലോകം 14. പ്രായോ ബദാംബ വിഗഹ മുനയോ വനേസ്മിൻ കൃഷ്ണേക്ഷിതം തതുദിതം കളവേണുഗീതം ആരുഹ്യയേ ദ്രുമഭുജാൻ രുചിരപ്രവാളാൻ ശൃണ്വന്തമീലിതദൃശോ വിഗതാന്യവാചഃ. പ്രായഃ ബദ അംബ വിഗഹ മുനയഃ വനേ അസ്മിൻ കൃഷ്ണ ഈക്ഷിതം, അതാണ് കൃഷ്ണേക്ഷിതം, തത് ഉദിതം കളവേണുഗീതം ആരുഹ്യ യേ ദ്രുമഭുജാൻ രുചിരപ്രവാളാൻ ശൃണ്വന്ത്യ മീലിതദൃശഃ വിഗതാന്യ അവാചഃ. പ്രായഃ ബദ അംബ, അല്ലയോ അമ്മേ, അസ്മിൻ വനെ, ഈ വൃന്ദാവനത്തിലുള്ള ഏ വിഹംഗ, യാതൊരു പക്ഷികൾ, രുചിരപ്രവാളാൻ, മനോഹരങ്ങളായിരിക്കുന്ന തളിരുകളോടുകൂടിയ ദ്രുമഭുജാൻ, വൃക്ഷശാഖകളെ ആരൂഹ്യ കയറിയിട്ട്. ഒരു ഉപസ്ത്രീ വേറെ ഒരു സ്ത്രീയോട് പറയുകയാണ്, അല്ലെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്പ എന്ന് വെച്ചാൽ സഖി. വൃന്ദാവനത്തിലുള്ള പക്ഷികൾ എങ്ങനെയെന്ന് പറയുകയാണ്. അവര് മഹർഷിമാർക്ക് തുല്യമാണെന്നാണ്. അവര് വിഹക പക്ഷികളാണ്. പക്ഷികൾ എന്ത് ചെയ്തു? വൃക്ഷശാഖയിൽ കയറിയിട്ട്, ആരുഹ്യ കയറിയിട്ട്, കൃഷ്ണേക്ഷിതം, കൃഷ്ണനെ നോക്കിക്കൊണ്ട്, തതുദിതം, കൃഷ്ണനിൽ നിന്നും പുറപ്പെടുന്ന കളവേണുഗീതം, ആ വേണുഗാനത്തെയും, അമീലിത ദൃശ,
കണ്ണടയ്ക്കാതെ, മീലിത എന്ന് വെച്ചാൽ കണ്ണടയ്ക്കുക, അമീലിത കണ്ണടയ്ക്കാതെയും, വിഗതാന്യവാചക ഒന്നും സംസാരിക്കാതെയും, അതായത് ഏകാഗ്ര ചിത്തത്തോടുകൂടി ശൃണ്വന്തി കേൾക്കുന്നു. അതിനാൽ അവ പ്രായ മിക്കതും മുനികളായിട്ട് ഭവിക്കാൻ യോഗ്യങ്ങളാകുന്നു. ഗത ആശ്ചര്യം. അപ്പൊ പക്ഷികൾ പോലും മറ്റ് ശ്രദ്ധയൊന്നും കൂടാതെ ഭഗവാന്റെ വേണലിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട്, ഏകാഗ്ര മനസ്സോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ട്, അപ്പൊ മുനികൾ മനസ്സിനെ ഏകാഗ്രമാക്കി ഭഗവാനിൽ മനസ്സുറപ്പിക്കുന്നത് പോലെ ഈ പക്ഷികളും ആ വൃക്ഷത്തിൽ കയറിയിരുന്ന് ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ട് മറ്റ് ചിന്തയൊന്നും കൂടാതെ ആ ഭഗവാന്റെ വേണുനാദത്തെ തന്നെ കേട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ പക്ഷികൾ മുനിമാരെ പോലെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ മഹർഷികൾക്ക് എത്ര യോഗ്യത ഉണ്ട്, ആ യോഗ്യത വൃന്ദാവനത്തിലിരിക്കുന്ന വിശേഷ ബുദ്ധിയില്ലാത്ത പക്ഷി മൃഗാദികൾക്ക് കൂടി സിദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. പ്രായോ ബദാംബ വിഹക മുനയോ വനേസ്മിൻ കൃഷ്ണേക്ഷിതം തതുതം കളവേണു ഗീതം ആരുഹ്യേ ദ്രുമഭുജാൻ രുചിരപ്രവാളാൻ ശുണ്ണന്തമീലിതദൃശോ വിഗതാന്യവാചക. ശ്ലോകം 15. നദ്യസ്തദാ തതുപദാര്യ മുകുന്ദഗീതം ആവർത്തലക്ഷ്മി മനോഭവ ഭഗ്നവേഗ ആലിംഗനസ്ഥഗിത ഊർമിഭുജൈർ മുരാരേ ഗൃഹ്ണന്തി പാദയുഗളം കമലോപഹാരാഹ. നദ്യഃ തഥാ തത് ഉപധാര്യ മുകുന്ദഗീതം ആവർത്തലക്ഷിത മനോഭവ ഭഗ്നവേഗാഃ ആലിംഗന സ്ഥഗിതം ഊർമി ഭുജൈഃ മുരാരേഃ ഗൃണന്തി പാദയുഗളം കമലോപഹാരാഹ. നദ്യ നദികളും തഥാ അപ്പോൾ തത് മുകുന്ദഗീതം ആ കൃഷ്ണ വേണുഗാനത്തെ ഉപധാര്യ കേട്ടിട്ട് ആവർത്തന ലക്ഷിത മനോഭവ ഭഗ്നവേഗ ചുഴി എന്ന രൂപേണ കാണിക്കപ്പെട്ട മന്മഥ താപനിമിത്തം അതാണ് മനോഭവ ഭഗ്ന വേഗാഹ. ആലിംഗനസ്ഥഗിതം യഥാ ആലിംഗനത്താൽ മറയ്ക്കപ്പെടും വണ്ണം ഊർമിഭുജൈ തിരമാലകളാകുന്ന കൈകൾ കൊണ്ട് കമലോപഹാര താമരപ്പൂക്കളാകുന്ന കാഴ്ചദ്രവ്യങ്ങളോടുകൂടി മുരാരി കൃഷ്ണന്റെ പാദയുഗളം ചരണയുഗത്തെ ഗൃഹന്തി ധരിക്കുന്നു. അപ്പം നദികൾ കൂടി ഭഗവാനെ സ്മരിക്കുന്നു, അല്ലെങ്കിൽ അവ കാഴ്ചദ്രവ്യം അർപ്പിക്കുന്നു. എങ്ങനെയാണ്? മദന താപനിമിത്തം നദികൾ കൂടി ചിന്താമഗ്നകളായി ഇരിക്കുന്നുവോ എന്ന് തോന്നും. അവർ എന്ത് ചെയ്യുന്നു? വിരിഞ്ഞ താമരപ്പൂക്കൾ പൊങ്ങി വരുന്ന തിരമാലകളോടാകുന്ന കൈകളെടുത്ത് കൃഷ്ണപാദയുഗളത്തിൽ കാഴ്ചദ്രവ്യങ്ങളായി സമർപ്പിക്കുന്നു എന്ന് തോന്നും നദികളെ കണ്ടാൽ. അതിൽ നദികളിലുള്ള താമരപ്പൂക്കളെ അവ എന്ത് ചെയ്യുന്നു? കാഴ്ചദ്രവ്യങ്ങളായി ഭഗവാന്റെ കാലിൽ സമർപ്പിക്കുന്നു. അപ്പോൾ മദനതാപം തീർക്കണമെന്ന് അവയ്ക്കും ആഗ്രഹമുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. അതുകൊണ്ട് അവ നമ്മളെക്കാൾ, ഈ നദികളും നമ്മളെക്കാൾ ധന്യകൾ തന്നെ. അപ്പോൾ അവ കാഴ്ചദ്രവ്യം സമർപ്പിക്കുന്നു, അതായത് ഇഷ്ടകാര്യം അറിയിക്കുന്നുവോ എന്ന് നമുക്ക് തോന്നും. അപ്പം നമുക്ക് അതിനുള്ള ഭാഗ്യം ഇല്ല. അപ്പോൾ അവ നദികൾ പോലും ആ കൃഷ്ണൻ്റെ പാദാംബുജത്തിൽ അതിൻ്റെ ആ വെള്ളം കൊണ്ട് ഭഗവാനെ കാഴ്ചദ്രവ്യം, ആ താമരപ്പൂക്കൾ നദിയിലുണ്ടല്ലോ, അപ്പം നദികൾ അതിൻ്റെ തിരമാലകൾ കൊണ്ട് ഭഗവാന്റെ കാലിലടിച്ച് ആ കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിക്കുന്നുവോ എന്ന് തോന്നും. നദ്യസ്തദാതതുപധാര്യ മുകുന്ദഗീതം ആവർത്തലക്ഷിത മനോഭവ ഭഗ്നവേഗ ആലിംഗനസ്ഥഗിതം ഊർമിഭുജൈർമുരാരേ ഗൃഹന്തി പാദയുഗളം കമലോപകാരാം. ശ്ലോകം 16. ദൃഷ്ട്വാതപേ വ്രജപശൂൻ സഹരാമഗോപൈ സഞ്ചാരയന്തമനുവേണുമുദീരയന്തം പ്രേമപ്രവൃദ്ധ ഉദിത കുസുമാവലീഭി സഖ്യുർവ്യഥാത് സ്വവപുഷാംബുദ ആദപത്രം.
ദൃഷ്ട്വാ ആതപേ വ്രജപശൂൻ സഹ രാമഗോപൈഹി സഞ്ചാരയന്തം അനുവേണുമുദീരയന്തം പ്രേമപ്രവൃത്ത ഉദിതഃ കുസുമാവലീഭിः സഖ്യുഃ വ്യഥതാ സ്വപവിഷാം അംബുദ ആതപത്രം. ആതപേ വെയിലിൽ രാമഗോപൈഹി സഹ രാമനോടും ഗോപന്മാരോടും കൂടി വ്രജപശൂൻ ഗോകുലത്തിലുള്ള പശുക്കളെ സഞ്ചാരയന്തം സഞ്ചരിപ്പിക്കുന്നവയും തം അനു അതിൻ്റെ പിന്നാലെ വേണുവിനെ ഉദീരയന്തം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നതുമായ കൃഷ്ണനെ ദൃഷ്ട്വാ കണ്ടിട്ട് ഉദിതഃ ഉത്ഭവിച്ചതും പ്രേമപ്രവൃത്ത പ്രേമം നിമിത്തം വർദ്ധിച്ചതുമായ അംബുദഃ മേഘം കുസുമാവലിഭി പുഷ്പസമൂഹങ്ങളെ കൊണ്ട് സഖിഹു സുഹൃത്തിന് സ്വവപുഷ സ്വദേഹത്തെ കൊണ്ട് ആതപത്രം കുടയെ വ്യഥത വിശേഷേണ ധരിച്ചു. കൃഷ്ണൻ ഉച്ചസമയത്ത് ബലരാമനോടും ഗോപന്മാരോടും കൂടി പശുക്കളെ സഞ്ചരിപ്പിച്ചും പശുക്കൂട്ടത്തിൻ്റെ പിന്നാലെ വേണുഗാനം ചെയ്തും സഞ്ചരിക്കുമ്പോൾ ആകാശത്തിൽ അല്പം മഴക്കാറുണ്ടായി. അതേ സമയത്ത് തന്നെ ദേവലോകത്തു നിന്ന് ദേവന്മാർ കൃഷ്ണന്റെ ശിരസിൽ പുഷ്പവൃഷ്ടിയും ചെയ്തു. അപ്പം ഇതിനെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് വർണ്ണിക്കുകയാണ്. മേഘം സൂര്യൻ്റെ ചൂടുകൊണ്ട് ദുഃഖം വരുമല്ലോ, അപ്പം അത് തീർക്കുന്നത് പോലെ കൃഷ്ണ സംസാര സന്താപത്തെ ഭക്തന്മാർക്ക് ഇല്ലാതാക്കും. കൃഷ്ണൻ സംസാരത്തിലെ ചൂടിനെ ഭക്തന്മാർക്ക് ഇല്ലാതാക്കും. കൃഷ്ണത്തിൻ്റെയും മേഘത്തിൻ്റെയും നിറം ഒരുപോലെയാണ്. അപ്പോൾ കൃഷ്ണൻ മേഘത്തിൻ്റെ സുഹൃത്താണെന്ന് പറയാം. വെയിലത്ത് ചൂടുണ്ടാകുമ്പോൾ താപം തീർക്കാൻ വേണ്ടി മേഘം പുറപ്പെട്ടു. അതിസ്നേഹ നിമിത്തം കൃഷ്ണൻ എന്ത് ചെയ്തു? ഉപരിഭാഗത്തിൽ മേഘം പരന്നു, സൂര്യതാപം മറച്ച് പുഷ്പവൃഷ്ടിയും ചെയ്തു. അപ്പോൾ ചൂടുകാലത്ത് സുഹൃത്തിന് കുട പിടിച്ചു കൊടുക്കും പോലെയും അചേതനമായ മേഘം പോലും തരം കിട്ടുമ്പോൾ ഭഗവത് സേവ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ മേഘങ്ങൾ ആകാശത്ത് നിരന്നു. അപ്പോൾ സൂര്യൻ്റെ ചൂടിനെ തടുക്കുകയാണ്. അപ്പോൾ മേഘങ്ങൾ പോലും ആ ഭഗവാന്റെ ആ വേണുനാദം കേട്ട് ആ ഭഗവാന് അല്ലെങ്കിൽ ആ ചൂട് വേനൽക്കാലമാണല്ലോ, അപ്പോൾ ആ സുഹൃത്തിന് കുട പിടിച്ചു കൊടുക്കുന്നത് പോലെ തോന്നും. അപ്പോൾ മൂഢകളായ ഒരു ഗോപസ്ത്രീ മറ്റൊരു മൂഢകളായ നമ്മൾ കൃഷ്ണന് യാതൊരു ഉപചാരവും ചെയ്യുന്നില്ലല്ലോ എന്നുകൂടി ഇതിൽ പറയുന്നു. ദൃഷ്ട്വാദവേ വ്രജപശൂൻ സഹരാമഗോപൈ സഞ്ചാരയന്തമനുവേണുമുദീര്യയന്തം പ്രേമപ്രവൃത്ത ഉദിത കുസുമാവലീഭി സഖ്യുർവ്യഥതാ സ്വപപുഷാംബുദ ആതപത്രം. ശ്ലോകം 17. പൂർണാപുളിന്ദ്യ ഉരുകായ പദാബ്ജരാഗ ശ്രീകുങ്കുമേന ദൈതാസ്തനമണ്ഡിതേന തദ്ദർശന സ്മരരുജ തൃണരുഷിതേന നിബന്ധ്യ ആനനകുചേഷു ജഹുസ്തദാധിം. പൂർണാഹ പുളിന്ദ്യ ഉരുഗായ പദാബ്ജരാഗ ശ്രീകുങ്കുമേന ദൈതാസ്തനമണ്ഡിതേന തദ്ദർശന സ്മരരുജ തൃണരുഷിതേന നിബന്ധ്യ ആനനകുചേഷു ജഹുസ്തദാധി. പുളിന്ദ്യഹ എന്ന് വെച്ചാൽ കാട്ടാള സ്ത്രീകൾ, പൂർണാഹ അവരും കൃതാർത്ഥരാണെന്നാണ്. വനത്തിലെ കാട്ടാള സ്ത്രീകൾ പോലും കൃതാർത്ഥരാണ്. ദൈതാസ്തനമണ്ഡിതേന ദൈതകളുടെ സ്ഥലത്തിൽ അലങ്കരിക്കപ്പെട്ടതായി, അതായത് വൃന്ദാവനത്തിൽ വസിക്കുന്ന കാട്ടാള സ്ത്രീകൾ അതികൃതാർത്ഥരാണ്. അവര് ഭാഗ്യം ചെയ്തവരാണ്. അതായത് പുല്ലിൽ പറ്റിയ കുങ്കുമം നമുക്ക് കിട്ടുന്നില്ല, ആ കാട്ടാള സ്ത്രീകൾക്ക് കിട്ടുന്നു. കൃഷ്ണന്റെ കാലിൽ പറ്റിയ കുങ്കുമം വനത്തിലെ പുല്ലുകളുടെ മീതെ പറ്റിപ്പിടിച്ചിരിക്കും.
അതുപോലെ കൃഷ്ണന്റെ പാദരേഖ പുല്ലിൽ പതിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അവർ വിചാരിക്കും ഇത് ഏത് മഹാന്റെ പാദരേഖയാണ്, ഈ പാദസ്പർശനം നമുക്ക് സിദ്ധിക്കുന്നില്ലല്ലോ എന്ന വിചാര നിമിത്തം അവർക്ക് എന്ത് ചെയ്യുന്നു, മദനതാപമുണ്ടായ ഉടനെ അവർ പുല്ലിൽ പറ്റിയിരിക്കുന്ന ആ കുങ്കുമം തങ്ങളുടെ മുഖങ്ങളിലും ഭുജങ്ങളിലും തേച്ച് താപത്തെ തീർക്കുന്നു. ആ പുല്ലിൽ പറ്റിയിരിക്കുന്ന കുങ്കുമത്തെ അവരെടുത്ത് എന്ത് ചെയ്യുന്നു, തങ്ങളുടെ മുഖത്തും തങ്ങളുടെ ഭുജങ്ങളിലും തേക്കുന്നു. അവരുടെ ആ ദൃഢ അനുരാഗ നിമിത്തം കൃഷ്ണന്റെ പാദസ്പർശം അവർക്ക് സിദ്ധിച്ചതായിട്ട് കരുതി അവർ തൃപ്തിപ്പെടുന്നു. അതിനാൽ അവർ ഭാഗ്യം ചെയ്തവരാണ്. അപ്പോൾ പുല്ലിൽ പറ്റിയ ആ കുങ്കുമം കൂടി നമ്മൾക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ഇവർ പറയുകയാണ്. അപ്പൊ കൃഷ്ണന്റെ പാദത്തിൽ ഈ കുങ്കുമം എങ്ങനെ ഉണ്ടായി? അത് ദൈത എന്ന് പറയുന്നത്, ദൈതയുടെ സ്ഥാനത്തിൽ അലങ്കരിച്ച കുങ്കുമം എന്ന് പറയുന്നു. ദൈത എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ്. ഇവിടെ ദൈത എന്ന് പറയുന്നത് വൃന്ദാവന ദേവതയാണ് പറയുന്നത്. അത് രാധയെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ ശ്രീകൃഷ്ണൻ ചെയ്യുന്ന വേണുഗാനം കേട്ടിട്ട് രാധ മദനതാപം നിമിത്തം ആലസ്യത്തിലകപ്പെടും. അപ്പോൾ കൃഷ്ണൻ തൻ്റെ പാദപല്ലവത്തെ രാധയുടെ മാറിൽ വച്ച് അനുഗ്രഹിക്കും. അപ്പോൾ എന്തു ചെയ്യും? ഭഗവാന്റെ കാലിൽ ആ രാധയുടെ കുജത്തിലുള്ള കുങ്കുമം പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാലിൽ പറ്റിയ കുങ്കുമമാണ് ഭഗവാൻ നടന്നു പോകുമ്പോൾ പുല്ലിൽ പറ്റുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഗായ പാദാബ്ജ രാഗ കൃഷ്ണ കുങ്കുമേന, ബഹുവിധം കീർത്തിക്കപ്പെടുന്ന ഭഗവാന്റെ പാദങ്ങളിലുള്ള ഈ കുങ്കുമം തൃണരൂഷിതേന, പുല്ലുകളിൽ പറ്റിയതുകൊണ്ട് തദ്ദർശന സ്മരരുച, അതിൻ്റെ കാഴ്ച കൊണ്ട് മദനതാപമുള്ളവരായി ആനന കുചേഷു, മുഖങ്ങളിലും കുജങ്ങളിലും ലിബന്ധ്യ, ലേപനം ചെയ്യുന്നവരായി. ആര്? പുളിന്ധ്യ, കാട്ടാള സ്ത്രീകൾ. തഥാദീം, അവരുടെ മനോദുഃഖത്തെ അവർ ഉപേക്ഷിച്ചു. അവരും ഭാഗ്യമുള്ളവരാണ് എന്ന് ഗോപസ്ത്രീകൾ പറയുകയാണ്. ഇതെല്ലാം ഗോപസ്ത്രീകൾ ഓരോ ഗോപസ്ത്രീകളായിട്ട് പാടുന്നതാണ്. പൂർണാപുളിന്ധ്യ ഉരുഗായ പദാബ്ജരാഗ ശ്രീകുങ്കുമേന ദൈതാസ്തനമണ്ഡിതേന തദ്ദർശന സ്മരരുച തൃണരൂഷിതേന ലിബന്ധ്യാനന കുചേഷു ജഗുസ്തദാദീം. ശ്ലോകം 18. ഹന്തായ മദ്രിരബല ഹരിദാസവര്യോ യദ്രാമകൃഷ്ണ ചരണസ്പർശന പ്രമോദ മാനം തനോതി സഹഗോഗണായോ സ്തയോര്യ പാനീയ സൂയവസ കന്ദര കന്ദമൂലൈഹി. കന്ദ അയം അദ്രിഹി അബല ഹരിദാസവര്യഃ യത് രാമകൃഷ്ണ ചരണ സ്പർശന പ്രമോദഃ മാനം തനോതി സഹ ഗോ ഗണയോഃ തയോഃ യത് പാനീയ സൂയവസ കന്ദര കന്ദമൂലൈഹി. അപ്പോൾ കൃഷ്ണന്റെ ക്രീഡാസ്ഥാനമായ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ചില സ്ത്രീകൾ സന്തോഷിച്ച് പറയുന്നതാണ്. ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഭാഗ്യം നോക്കൂ. ഹന്ത അയമദ്രി അബല, ഹേ സ്ത്രീകളെ, അയമദ്രിഹി, ഈ പർവ്വതം, ഗോവർദ്ധന പർവ്വതം, ഹരിദാസവര്യഃ, വിഷ്ണുദാസന്മാരിൽ വിഷ്ണുഭക്തന്മാരിൽ ശ്രേഷ്ഠനാണ്. അന്ത ആശ്ചര്യം. എന്താണ് ഇത്? എന്തുകൊണ്ടെന്നാൽ രാമകൃഷ്ണ ചരണസ്പർശന പ്രമോദ, രാമന്റെയും കൃഷ്ണന്റെയും പാദസ്പർശനം കൊണ്ട് അതിസന്തോഷത്തോടു കൂടിയവരാണ്. ഈ ഗോവർദ്ധന പർവ്വതത്തിൽ കൂടിയാണ് ഭഗവാൻ ഓടക്കുഴലും ഊതിക്കൊണ്ട് നടക്കുന്നത്. അപ്പൊ അവരും ഭാഗ്യം ചെയ്തവരാണ്. സഹഗോഗണയോഹോ, പശുക്കളോടും സ്നേഹിതന്മാരോടും കൂടിയ തയോഹോ, അവർക്ക് പാനീയ സുയവസകന്ദര കന്ദമൂലൈ, പാനീയം ജലം, സുയവസ ശോഭനമായ പുല്ലുകൾ, കന്ദമൂലൈ ഗുഹകൾ, കന്ദമൂലൈ കന്ദര ഗുഹ, കന്ദമൂലൈ കിഴങ്ങുകൾ മുതലായവയെ കൊണ്ട് മാനം സത്കാരത്തെ തനോതി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതിൽ ഈ ഗോവർദ്ധന പർവ്വതത്തിൽ ഗുഹകളുണ്ട്, അവിടെ തന്നെ പുല്ലുകളൊക്കെ ഉണ്ട്, ജലവുമുണ്ട്, ജലമുള്ള അരുവികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ കൊണ്ട്
ഭഗവാന് സത്കാരം ചെയ്യുകയാണ് അവർ. ആര്? ഈ ഗോവർദ്ധന പർവ്വതം. അപ്പോൾ ഗോവർദ്ധന പർവ്വതവും ഭാഗ്യമുള്ളവ തന്നെയാണ്. അപ്പോൾ കൃഷ്ണനും ഗോപന്മാർക്കും പശുക്കൾക്കും വേണ്ട ഗുഹകളുണ്ട്, പശുക്കൾക്ക് വേണ്ട പുല്ലുകളുണ്ട്, പിന്നെ ഇതെല്ലാം നൽകി, ജലമുണ്ട്, ഇതെല്ലാം നൽകി സൽക്കരിക്കുന്നു. അപ്പോൾ ഈ വിധ ഭഗവൽ പൂജ ചെയ്യുന്ന ഗോവർദ്ധനവും ധന്യൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഭാഗ്യം അതിശയിക്കത്തക്കത് തന്നെയാണ്. കന്തായ മധുരരബല ഹരിദാസവരിയോ യദ്രാമകൃഷ്ണ ചരണസ്പർശന പ്രമോദ മാനം തനോതി സഹ ഗോഗണയോസ്തയോർയ പാനീയ സൂയവസ കന്ദര കന്ദമൂലൈഹി. ശ്ലോകം 19. ഗാഗോപകൈരനുവനം നയതോറുദാര വേണുസ്വനൈ കളപതൈ സ്തനുഭൃത്സു സഖ്യാം അസ്പന്ദനം ഗതിമതാം പുളകസ്തരുണാം നിർയോഗപാശകൃതലക്ഷണയോർവിചിത്രം. ഗാഹ ഗോപകൈഹി അനുവനം നയതോഹോ ഉദാര വേണുസ്വനൈഹി കളപതൈഹി തനുഭൃത്സു സഖ്യഃ അസ്പന്ദനം ഗതിമതാം പുളകസ്തരുണാം നിർയോഗ പാശകൃത ലക്ഷയോഹോ വിചിത്രം. സഖ്യ, ഹേ സഖികളെ, ഒരു ഗോപിക പറയണം, ഹേ സഖികളെ, ഇത് കാട്ടിലുള്ള ജീവികൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം അത്യാനന്ദം നൽകുന്നു എന്ന് പറയുകയാണ്. ഇത് വിചിത്രം, അത്യാശ്ചര്യമാകുന്നു. ഗോപൈഹി, ഗോപബാലന്മാരോടുകൂടി അനുവനം, വനം തോറും പശുക്കളെ നയതോ സഞ്ചരിപ്പിക്കുന്നവരും നിർയോഗ പാശകൃത ലക്ഷണയോ, പശുക്കളുടെ കാലുകളെ കെട്ടുന്ന കയർ കൊണ്ടും ദുഷ്ടപശുക്കളെ കെട്ടിവലിക്കാനുള്ള വലിയ കയർ കൊണ്ടും അടയാളപ്പെട്ടിരിക്കുന്ന രാമകൃഷ്ണന്മാരുടെ കളപതൈ, അവ്യക്ത മധുരപദങ്ങളോടുകൂടിയ ഉദാര വേണുസനെ, അതിശ്രേഷ്ഠങ്ങളായ വേണുഗാനങ്ങളെ കൊണ്ട് തനുഭൃത്സു, ശരീരങ്ങളിൽ ഗതിമതാം സഞ്ചരിക്കുന്നവർക്ക് അസ്പന്ദനം, ഇളക്കമില്ലായ്മയും തരുണാം, വൃക്ഷങ്ങൾക്ക് പുളക, രോമാഞ്ചവും നൽകപ്പെടുന്നു. അപ്പോൾ വൃക്ഷങ്ങൾക്ക് പോലും ഭഗവാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട്, കാടുകൾ തോറും പശുക്കളെ മേച്ചുകൊണ്ട് ഭഗവാൻ സഞ്ചരിക്കുന്ന സമയത്ത് അതിമനോഹരമായി വേണുഗാനം ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കാട്ടിലുള്ള ജീവികൾക്ക് അത്യാനന്ദത്തോടെ ഒരടി പോലും വയ്ക്കാൻ കഴിയാതെ കേവലം സ്ഥാവരങ്ങളെപ്പോലെ നിന്നിടത്ത് തന്നെ നിൽക്കുന്നു. അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ വൃക്ഷങ്ങൾ നിൽക്കുന്ന പോലെ അവിടെ അങ്ങ് നിൽക്കുന്നതാണ്. അവയ്ക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല. വൃക്ഷങ്ങളിൽ തൽക്ഷണം കാണപ്പെടുന്ന പൂമട്ടുകൾ, ഇളം തളിരുകൾ മുതലായവ ഗാനശ്രവണം നിമിത്ത ആനന്ദത്തെ സൂചിപ്പിക്കുന്ന രോമാഞ്ചങ്ങളോ എന്ന് തോന്നുന്നു. വൃക്ഷങ്ങൾക്കും രോമാഞ്ചം ഉണ്ടാകുന്നുവോ എന്ന് തോന്നുന്നു. അതിനാൽ സ്ഥാവരങ്ങൾക്ക് പ്രാണിധർമ്മത്തെയും പ്രാണികൾക്ക് സ്ഥാവരധർമ്മത്തെയും നൽകുന്നത് ആശ്ചര്യമാണ്. ഗോപകൈരനുവനം നയതോറുദാര വേണുസ്വനൈ കളപതൈ തനുഭൃത്സു സഖ്യ അസ്പന്ദനം ഗതിമതാം പുളകസ്തരുണാം നിർയോഗപാശകൃത ലക്ഷണയോർവിചിത്രം. ശ്ലോകം 20. ഏവം വിധാ ഭഗവതോ യാ വൃന്ദാവനചാരിണ വർണ്ണയന്ത്യോ മിഥോ ഗോപ്യ ക്രീഡാസ്തന്മയതയാം യയുഃ. ഏവം വിധ ഭഗവതഃ യാ വൃന്ദാവനചാരിണഃ വർണ്ണയന്ത്യഃ മിഥഃ ഗോപ്യഃ ക്രീഡാസ്തന്മയതയാം യയുഃ. അപ്പോൾ ഗോപികൾ ചെയ്യുന്ന ആ ഭഗവാന്റെ വേണുഗാന വർണ്ണന ഉപസംഹരിക്കുകയാണ്. വൃന്ദാവനത്തിൽ ഭഗവാൻ ചെയ്യുന്ന ബഹുലീലയെക്കുറിച്ച് അവർ അന്യോന്യം വർണ്ണിക്കുന്നു. അപ്പോൾ ഗോപസ്ത്രീകൾ കൃഷ്ണനിൽ തന്നെ വയ്ക്കപ്പെട്ട മനസ്സോടു കൂടിയവരായിരുന്നതിനാൽ അവർ കൃഷ്ണമയികളായിട്ട് തന്നെ ഭവിച്ചു.
ഏവം വിധാ ഭഗവതോ യാ വൃന്ദാവനചാരിണയ വൃന്ദാവനചാരിണ വൃന്ദാവനത്തിൽ സഞ്ചരിക്കുന്ന ഭഗവതഃ ഭഗവാന്റെ ഏവം വിധ ഇപ്രകാരമുള്ള യാ ക്രീഡ യാതൊരു ലീലകളെ മിതഃ അന്യോന്യം വർണ്ണയന്ത്യ വർണ്ണിക്കുന്ന ഗോപ്യ ഗോപസ്ത്രീകൾ തന്മയതാം തന്മയികളാവൂ എന്ന അവസ്ഥയെ പ്രാപിച്ചു. അതായത് ഭഗവാനോട് തന്മയത്വം പ്രാപിച്ചു, ഭഗവാനോട് ചേർന്നു, ഭഗവാൻ മയികളായി ചേർന്നു. അപ്പോൾ ഭഗവാനിൽ തന്നെ ആ മനസ്സ് മുഴുവനും ഭഗവാനിൽ തന്നെ ലയിച്ചു, ഭഗവാനായി തന്നെ. അതായത് വേറെ ഒരു ചിന്തയില്ല, ഭഗവാനായി തന്മയികളായി അവർ ഭവിച്ചു. യോ യത് ശ്രദ്ധ സ ഏവസ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയും. യോ യത് ശ്രദ്ധ ആർക്ക് ഏതിൽ ശ്രദ്ധയുണ്ടാകുന്നുവോ അവർ സഹ ഏവസ അവർ ആ രൂപമായിട്ട് തന്നെ ഭവിക്കും. അപ്പോൾ ഏതിൽ ശ്രദ്ധയുണ്ടാകുന്നുവോ ആ രൂപമായിട്ട് ഭവിക്കും. അതിനൊരു ഉദാഹരണമുണ്ട്. അതായത് വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കും, എന്നിട്ട് ഒരു പുഴുവിനെ അതിൽ കൊണ്ടുവയ്ക്കും. വേട്ടാളന് കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ വേട്ടാളൻ എന്ത് ചെയ്യും? അതിൻ്റെ പുറത്തിരുന്നിട്ട് ഈ പുഴു മുകളിലോട്ട് ഇങ്ങനെ ഒരു ദ്വാരം ഉണ്ടാക്കി വയ്ക്കും ആ കൂടിൽ. അപ്പോൾ ദ്വാരത്തിൽ കൂടെ വെളിയിലോട്ട് നോക്കുമ്പോൾ വേട്ടാളൻ ഒരു കുത്തു കൊടുക്കും പുഴുവിന്. അപ്പോൾ പുഴു എന്ത് ചെയ്യുന്നു? പേടിച്ച് വേട്ടാളനെ തന്നെ ചെത്തിച്ചിരിക്കും. വീണ്ടും കുറച്ച് കഴിഞ്ഞ് പുഴു വെളിയിലേക്ക് പോകാൻ വേണ്ടി വെളിയിലോട്ടൊന്ന് നോക്കുമ്പോൾ വീണ്ടും വേട്ടാളൻ ഒരു കുത്തു കിട്ടും. അപ്പോൾ ഈ വേട്ടാളനെ തന്നെ ചിന്തിച്ച് അവസാനം ഈ പുഴു വേട്ടാളനായി ഭവിക്കുന്നു. അപ്പം നമ്മൾ ആരെ ചിന്തിച്ചിരിക്കുന്നുവോ അതായിട്ട് ഭവിക്കും. ഇതുപോലെ തന്നെ മരണസമയത്ത് നമ്മൾ ആരെ ചിന്തിച്ച് മരിക്കുന്നുവോ അതായിട്ടായിരിക്കും നമുക്ക് അടുത്ത ജന്മം. നമ്മുടെ മക്കളെ ചിന്തിച്ച് അല്ലെങ്കിൽ ആ ധനത്തെ ചിന്തിച്ചായാൽ വീണ്ടും നമുക്ക് ജന്മം എടുക്കേണ്ടി വരും. ആരെ കുറിച്ച് ചിന്തിക്കുന്നുവോ അതായിട്ട് ഭവിക്കും. എന്നാൽ അവസാന കാലത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ ആ ഭഗവത്മയമായിട്ട് നമ്മുടെ മനസ്സ് ഇരുന്നാൽ ഭഗവാനിൽ തന്നെ ലയിക്കും. പിന്നീട് നമുക്ക് ഈ സംസാര ദുഃഖം ഉണ്ടാവുകയില്ല, വീണ്ടും ജനനം ഉണ്ടാവുകയുമില്ല. അതാണ് ഇവിടെ പറയുന്നത് യോയത് ശ്രദ്ധ സഹ ഏവസ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കൃഷ്ണലീല അനുരാഗം വർണ്ണിക്കുന്ന ഈ ഗോപസ്ത്രീകൾ കൃഷ്ണനെ പോലെ അഭിനയിക്കുകയും കളിക്കുകയും ചെയ്തുകൊണ്ട് കൃഷ്ണമയികളായി തന്നെ ഭവിച്ചു. അവർക്ക് എപ്പോഴും ഏത് ജോലികൾ ചെയ്യുമ്പോഴും കൃഷ്ണൻ്റെ കാര്യം തന്നെ പറയാനുള്ളൂ, വേറെ ഒരു ചിന്തയും അവർക്കില്ല. അപ്പം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം, അതാണ് ഭക്തിയുടെ നവലക്ഷണങ്ങളിൽ ആദ്യത്തേതാണ് ശ്രവണം. അവരെല്ലാം കേട്ട് ഭഗവാനെക്കുറിച്ച് തന്നെ എപ്പോഴും സ്മരിച്ച് ഭഗവാനെക്കുറിച്ച് തന്നെ കീർത്തനവും ചെയ്യുന്നു. അപ്പം നവഭക്തി മാർഗങ്ങളിൽ ആദ്യത്തേതാണ്. അപ്പം അങ്ങനെ ആ ഭക്തിഭാവത്തിലേക്ക് ഭഗവാൻ മയികളായിട്ട് ഈ ഗോപസ്ത്രീകൾ ഭവിച്ചു. അപ്പം നമുക്കും ഇത് എന്ത് തന്നെ ചെയ്യാം? ആ ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ച് എപ്പോഴും ആ ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ സ്മരണയുണ്ടായി ഭഗവത് കീർത്തനം ചെയ്തുകൊണ്ട് നമുക്കും നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ താമസ നിരോധന നിരൂപണ പ്രകരണേ വേണുഗീത നിരൂപണം നാമ ഏകോ വിംശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിക കലിയായ കാലമിതതുകൊണ്ട് മോക്ഷഗതി എഴുതുന്നു കേൾപ്പൂ. ഹരിനാരായണായ നമഃ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.